നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDFന്റെ രാഷ്ട്രീയ അടിത്തറ പോറലേൽക്കാതെ ശക്തിപ്പെട്ടു നിൽക്കുന്നതായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. വർഗീയ ശക്തികൾ ഒപ്പമുണ്ടായിരുന്നിട്ടും UDFന് വോട്ട് കുറഞ്ഞു. M സ്വരാജിനെതിരെ പ്രതിപക്ഷവും ഒരു വിഭാഗം ആളുകളും പ്രവർത്തിച്ചതായും ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതായും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. വിവരങ്ങൾ S ശ്രീജ നൽകും. റിപ്പോർട്ടിലേക്ക്. 3 ദിവസമായി തിരുവനന്തപുരത്ത് ചേർന്ന CPIMന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്തത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിഷയം തന്നെയാണ്. വിശദമായിട്ടുള്ള വിശകലനം തന്നെ ഇതിന്മേൽ പാർട്ടി നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഇതിൽ പറയുന്നത് ഇടതുപക്ഷത്തിന് ഒരു തരത്തിലുള്ള വോട്ട് ചോർച്ചയോ നഷ്ടമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കാരണം രാഷ്ട്രീയ വോട്ടുകൾ എന്ന് പറയുന്നത് നിലമ്പൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നത് 40,000 അത് 66,667 ഉയർത്തുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത്. അതിനൊപ്പം തന്നെ UDFന്റെ വോട്ടുകൾ പക്ഷേ UDFന് നഷ്ടമായിട്ടുണ്ട്. കാരണം ഇത്തവണ അവർ വർഗീയ വോട്ടുകൾ കൂടി വർഗീയ തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ കൂടി നടത്തിയിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ ഒപ്പം കൂട്ടി അതോടൊപ്പം തന്നെ SDP-യുടെയും BJP-യുടെയും വോട്ടുകൾ കൂടി UDF നേടുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ എന്നിട്ട് പോലും അവിടെ വോട്ട് അവർക്ക് കുറയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ള കാര്യമാണ് ഗോവിന്ദ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയത്. ഘോഷിച്ച് നിങ്ങൾ ഉൾപ്പെടെ പലരും ഭരണവിരുദ്ധ വികാരം അതാണ് പ്രതിഫലിച്ചത് എന്നൊക്കെ മാധ്യമങ്ങളും UDFും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം യഥാർത്ഥത്തിന് നിരക്കുന്നതല്ല എന്ന് ഈ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എല്ലാ വർഗീയ ശക്തികളും കൂടി ചേർന്നിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് പോലും നിലനിർത്താൻ അവർക്കായിട്ടില്ല എന്നുള്ള നല്ല പിന്നോക്കം പോക്ക് UDFന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറ പോറലേൽക്കാതെ ശക്തിപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ സ്വരാജ് എന്ന് പറയുന്ന വ്യക്തിയെ ഇടതുപക്ഷത്തിന്റെ മികച്ച സ്ഥാനാർത്ഥിയായി തന്നെയാണ് ഇടതുപക്ഷം അവിടെ അവതരിപ്പിച്ചത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വരാജിനെ കേരളവും മണ്ഡലവും നിലമ്പൂർ മണ്ഡലവും അംഗീകരിച്ചു. പക്ഷേ ചില വ്യക്തികൾ, അതായത് ഒരു വിഭാഗം ആളുകളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും വലിയ തോതിൽ വ്യക്തിപരമായ രീതിയിലുള്ള ഒരു ആക്രമണം ആ രീതിയിലാണ് സ്വരാജിനെതിരെ നടത്തിയത് എന്നുള്ള കാര്യവും ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. എന്നാൽ ചില ബുദ്ധിജീവികളും UDF എടുത്ത നിലപാട് വളരെ വിചിത്രമാണ്. നിലമ്പൂരിൽ എടുത്ത നിലപാട് വായിക്കുകയും പഠിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നത് മഹാ അപരാധമാണ് എന്ന നിലയിൽ UDFും ഞാൻ ഈ പറഞ്ഞ വിഭാഗം ആളുകളും സാംസ്കാരിക കേരളത്തിൽ തന്നെ അപമാനം സൃഷ്ടിക്കുന്ന ക്യാമ്പയിനാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. മറ്റൊന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഈ പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ വലിയ തോതിൽ സംസ്ഥാന കമ്മിറ്റി വിമർശിച്ചു, മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു എന്ന തരത്തിലൊക്കെ വലിയ തോതിൽ വാർത്തകൾ പടച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി വിഷയം സമഗ്രമായി പരിശോധിക്കുകയും നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയത് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എനിക്കെതിരായ ഒരു പരാമർശവും സഖാവ് പിണറായി വിജയന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വിമർശനേ ഇല്ല. ഒരാളും വിമർശനം ഉന്നയിച്ചിട്ടില്ല. ഈ തെറ്റായ വാർത്തക്കെതിരായ ശക്തിയായ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ്. മാതൃഭൂമി, മനോരമ ഈ 2 പത്രങ്ങളും ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഏതായാലും സംഘടനാ തലത്തിലടക്കം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് കൃത്യമായ രീതിയിൽ പരിശോധിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്താൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം കൂടിയാണ് സംസ്ഥാന നേതൃയോഗങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചത്. നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന്റെ ഒരു വോട്ടും ചോർന്നിട്ടില്ല എന്നുള്ളതാണ് ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയത്. അതേസമയം വർഗീയ ശക്തികളുമായി കൂട്ടുകൂടിയ UDFന് കഴിഞ്ഞ തവണത്തെ വോട്ട് നിലവാരം മെച്ചപ്പെടുത്താൻ ഇത്തവണ സാധിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്ന മാധ്യമങ്ങൾക്കെതിരെ കൃത്യമായ നിയമ നടപടിക്കും കൂടി ഒരുങ്ങുകയാണ് CPIM. വിവരങ്ങളാണ് S ശ്രീജ നൽകിയത്.